السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا، من يهده الله فلا مضل له ومن يضلل فلا هادي له، واشهد ان لا اله الا الله وحده لا شريك له، واشهد ان محمدا عبده ورسوله صلى الله وسلم وبارك عليه وعلى آله وصحبه ومن تبعهم بإحسان إلى يوم الدين. أما بعد، فقد قال الله سبحانه وتعالى في القرآن المجيد: يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. വേദിയിലും സദസ്സിലുമുള്ള പണ്ഡിതന്മാരെ, സംഘടനാ സാരഥികളെ, ജാമിഅ നദ്വിയയിലെ വിദ്യാർത്ഥിനികൾ, പ്രിയപ്പെട്ട സഹോദരന്മാർ, സഹോദരിമാർ, വളരെ പ്രാധാന്യമുള്ള ഒരു തലവാചകമാണ് ഈ വർഷത്തെ ദഅ്വാ സമ്മേളനത്തിന് വേണ്ടി നിശ്ചയിച്ചിട്ടുള്ളത്. പരിശുദ്ധ ഇസ്ലാം ഏറ്റവും അധികം പ്രാധാന്യം കൊടുക്കുന്ന, ഏറ്റവും അധികം ഗൗരവത്തോടുകൂടി സമീപിക്കുന്ന വിഷയം ആളുകൾ അറിവുള്ളവരാവണമെന്നതാണ്. അറിവുണ്ടാകുമ്പോഴാണ് ഏതൊരു കാര്യത്തെക്കുറിച്ചും കൃത്യമായി വ്യക്തമായി മനസ്സിലാക്കാനും നമുക്ക് ഗുണകരമായ കാര്യങ്ങൾ നമ്മിലേക്ക് സ്വാംശീകരിക്കാനും നമുക്ക് ഗുണകരമല്ലാത്ത വിഷയങ്ങളെ നമ്മളിൽ നിന്ന് സമ്പൂർണമായി മാറ്റി നിർത്താനും നമുക്ക് സാധിക്കുകയുള്ളൂ. നമ്മൾ കേരളത്തിൻ്റെ പശ്ചാത്തലം പരിശോധിക്കുമ്പോൾ മുസ്ലിം സമുദായത്തിൻ്റെ പിന്നോക്കാവസ്ഥ, മുസ്ലിം സമുദായം അവർ വിശ്വാസ ആചാര അനുഷ്ഠാന മേഖലകളിൽ മനസ്സിലാക്കിയിരിക്കേണ്ടുന്ന, ആർജിച്ചിരിക്കേണ്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിവരം അവർക്ക് ലഭിക്കാതെ പോയതുകൊണ്ടാണ് മുസ്ലിം സമുദായത്തിന് വമ്പിച്ച അധപ്പതനമുണ്ടായത് എന്ന് മുസ്ലിം സമൂഹത്തിൻ്റെ ചരിത്രം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും. അവിടെയാണ് ഇസ്ലാഹി പ്രസ്ഥാനത്തിൻ്റെ പണ്ഡിതന്മാർ ജനങ്ങളെ പരിശുദ്ധ ഖുർആൻ പഠിക്കണം എന്ന വലിയ ആശയത്തിലേക്ക് കൊണ്ടുവരുന്നത്. എന്തുകൊണ്ടാണ് പരിശുദ്ധ ഖുർആൻ പഠിക്കേണ്ടത്? പരിശുദ്ധ ഖുർആൻ പഠിക്കുമ്പോൾ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ വിശ്വാസ മേഖലകളെയും അവൻ്റെ കർമ്മ മേഖലകളെയും ഏറ്റവും പരിപക്വമായ രൂപത്തിലേക്ക് കൊണ്ടുവരാനും ഏതു തരത്തിലുള്ള ചൂഷണങ്ങളിൽ നിന്നും അവന് സമ്പൂർണമായി ചെറുത്തു നിൽക്കാനുമുള്ള ഒരു കരുത്തു നേടിയെടുക്കാൻ കഴിയുമെന്നതാണ്. അതുകൊണ്ടാണ് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് ഈ ലോകത്തേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നിയോഗിച്ചതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, മഹാനായ അബൂ മൂസൽ അശ്അരി റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസിൽ കാണാം: മസലു മാ ബഅസനില്ലാഹു ബിഹി മിനൽ ഹുദാ വൽ ഇൽം കമസലിൽ ഗൈസിൽ കസീർ
أصاب أرضا فكان منها نقية قبلت الماء وأنبتت الكلأ والعشب الكثير وكانت منها أجادب أمسكت الماء فنفع الله بها الناس فشربوا وسقوا وزرعوا وأصابت منها طائفة أخرى إنما هي قيعان لا تمسك ماء ولا تنبت كلأ فذلك مثل من فقه في دين الله ونفعه ما بعثني الله به فعلم وعلم ومثل من لم يرفع بذلك رأسا ولم يقبل هدى الله الذي أرسلت به. അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ വാക്കാണ്. എങ്ങനെയാണ് സമൂഹം വിവരം ശേഖരിക്കേണ്ടത് എന്നും ആ വിവരം എങ്ങനെ ഉപയോഗപ്പെടുത്തണമെന്നും അത് ഉപയോഗപ്പെടുത്താത്ത ആളുകളുടെ അവസ്ഥ എന്തായിരിക്കുമെന്ന് വളരെ ഭംഗിയായി അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്. മസലു മാ ബഅസനില്ലാഹു ബിഹി മിനൽ ഹുദാ വൽ ഇൽം, സന്മാർഗമായും അറിവുമായി അള്ളാഹു എന്നെ നിയോഗിച്ചതിൻ്റെ ഉപമ കമസലിൽ ഗൈസിൽ കസീർ, വളരെ ധാരാളമായി അധികമായി ലഭിച്ച ഒരു മഴ പോലെയാണ്. അസ്വാബ അർളൻ, ആ കോരിച്ചൊരിയുന്ന മഴ ഒരു പ്രദേശത്തേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല എത്തിക്കുന്നു. ഫകാന മിൻഹാ നഖിയ്യ, ആ പ്രദേശത്ത് നല്ല ഫലപുഷ്ടമായ ഒരു പ്രദേശമുണ്ട്. ആ പ്രദേശത്തിന്റെ പ്രത്യേകത ഖബിലത്തിൽ മാ ഫഅംബതത്തിൽ കല വൽ ഉശ്ബൽ കസീർ, ആ വെള്ളത്തെ സ്വീകരിക്കുകയും ആ വെള്ളത്തിൽ നിന്ന് ധാരാളം ചെടികളും മരങ്ങളും അത് ഉൽപ്പാദിപ്പിക്കുകയും ചെയ്തു. വകാനത്ത് മിൻഹാ ജാദിബ്, ആ മഴയെത്തിയ ചില പ്രദേശം അത് വളരെ കടുത്ത പാറയുള്ള പ്രദേശങ്ങളാണ്, കടുത്ത ശക്തമായ ഉറപ്പുള്ള പ്രദേശമാണ്. ആ പ്രദേശം അംസകത്തിൽ മാ, അത് വെള്ളം തടഞ്ഞു നിർത്തി. ഫനഫഅ അല്ലാഹു ബിഹന്നാസ്, അതുമൂലം ആളുകൾക്ക് അല്ലാഹു ഉപകാരം കൊടുത്തു. ഫശരിബു വസഖൗ വസറഉ, അവർ കുടിച്ചു, അവരുടെ മൃഗങ്ങളെ കുടിപ്പിച്ചു, അവർക്ക് കൃഷിക്ക് ഉപയോഗപ്പെടുത്തി. അങ്ങനെ ആ വെള്ളം വളരെ ഭംഗിയായി അവർ ഉപയോഗപ്പെടുത്തുകയും ചെയ്തു. എന്നാൽ വഅസ്വാബതു മിൻഹാ ത്വായിഫതൻ ഉഖ്റ, വേറെ ചില പ്രദേശത്തേക്ക് ആ വെള്ളം എത്തി. ആ വെള്ളം എത്തുമ്പോൾ ആ സ്ഥലം ഏതാണ്? ഇന്നമാ ഹിയ ഖിയാനുൻ, അത് ചതുപ്പ് നിലമാണ്. ലാ തുംസിക് മാഅൻ വലാ തുംബിതു കലഅ, ആ വെള്ളത്തെ തടഞ്ഞു നിർത്താനോ ആ വെള്ളം മൂലം എന്തെങ്കിലും സസ്യങ്ങളെയോ മരങ്ങളെയോ ഉൽപ്പാദിപ്പിക്കുവാനോ ആ പ്രദേശത്തിനാവുകയില്ല. ഇങ്ങനെ 3 തരത്തിൽ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉപമ പറഞ്ഞു. എന്നിട്ട് പ്രവാചകൻ പറഞ്ഞ വാക്കെന്താണെന്നറിയോ? فذلك مثل من فقه في دين الله ونفعه ما بعثني الله به وعلم وعلم. ഇപ്രകാരമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ദീൻ, ആ ദീൻ ഇങ്ങനെ പ്രവാചകന്മാരിലൂടെ അവർക്ക് ഇറക്കി കൊടുക്കുമ്പോൾ, വേദഗ്രന്ഥത്തിലൂടെ ഇറക്കി കൊടുക്കുമ്പോൾ അതുമൂലം ഉപകാരപ്പെടുന്ന ആളുകൾ, അവർ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്തുകൊണ്ട് അറിവ് നേടുകയും അവർ അറിവ് പകർന്നു കൊടുക്കുകയും ചെയ്തുകൊണ്ട് സമൂഹത്തിന് ഉപകാരപ്പെടുന്ന രൂപത്തിലേക്ക് മാറുന്ന ഒരു വിഭാഗം ആളുകളുണ്ട്. വേറെ ചില ആളുകളുണ്ട്. വമസലു മൻ ലം യർഫഅ ബിദാലിക റഅസ വലം യഖ്ബൽ ഹുദല്ലാഹി അല്ലദീ ഉർസിൽതു ബിഹി, വേറെ ചില ആളുകൾ ഈ ഉന്നതമായ ശക്തമായ മഴ പോലെ പെയ്തുറങ്ങുന്ന ആത്മീയ വിജ്ഞാനങ്ങളുടെ ഭൗതിക വിജ്ഞാനങ്ങളുടെ വലിയ കേന്ദ്രത്തെ, ആ കേന്ദ്രത്തെ ഉപയോഗപ്പെടുത്താൻ കഴിയാതെ, അതിലേക്കൊന്ന് തല നീട്ടുക പോലും ചെയ്യാതെ, ആ സന്മാർഗം സ്വീകരിക്കാൻ കഴിയാതെ, അതുപോലെ തന്നെ ആ സന്മാർഗത്തിലേക്ക് എത്തി നോക്കാൻ കഴിയാതെ തകർന്നു പോകുന്ന ഹതഭാഗ്യരായ ചില ആളുകളുണ്ട് എന്ന് അല്ലാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. ജാമിഅ നദ്വിയ്യ എന്ന ഒരു സ്ഥാപനം, ആ സ്ഥാപനത്തിനാണ് ഈ അല്ലാഹുവിൻ്റെ റസൂൽ പറഞ്ഞ ആദ്യത്തെ 2 ഭാഗങ്ങൾ. അതെ, ധാരാളം വൃക്ഷങ്ങൾ ഇവിടെ നിന്ന് മുളച്ചു പൊന്തുകയുണ്ടായി, ധാരാളം ജനങ്ങൾക്ക് ഉപകാരപ്രദമായ ഫലവൃക്ഷങ്ങൾ ഉണ്ടായി.
ജനങ്ങൾക്ക് വെള്ളം കുടിക്കാൻ പറ്റുന്ന രൂപത്തിൽ തടഞ്ഞു നിർത്തി വിജ്ഞാന സാഗരമുണ്ടാക്കി. 10,000-കണക്കിന് ആളുകൾ ആ സാഗരത്തിൽ നിന്ന് വിജ്ഞാനം പകർന്നുകൊണ്ട് അവർ കുടിച്ച് ദാഹം തീർത്തുകൊണ്ട് അങ്ങനെ ഈ പ്രദേശത്തെന്ന് മാത്രമല്ല കേരളത്തിലുടനീളം വൈജ്ഞാനിക വിപ്ലവം നടത്തുന്നു. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഈ അറിവിൻ്റെ പ്രദർശനം, ഈ അറിവിങ്ങനെ ശക്തമായതാണ്. കേരളത്തിൽ നമുക്കറിയാം, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ കൃത്യമായി പഠിപ്പിക്കപ്പെടാത്തൊരു കാലം. അല്ലാഹു ആരെന്ന്, അല്ലാഹുവിൻ്റെ വിശേഷണങ്ങൾ എന്താണ്, അല്ലാഹുവിൻ്റെ നാമങ്ങൾ എന്താണ് ആഴത്തിൽ മനസ്സിലാക്കാൻ കഴിയാത്ത ആളുകൾ പരിശുദ്ധ ഖുർആൻ എന്തിനാണ്, ഖുർആനിൻ്റെ ആയത്തുകൾ എന്താണ് പറയുന്നത്, പരിശുദ്ധ ഖുർആനിൽ എന്താണ് ഈ സമൂഹത്തോട് സംസാരിച്ചിട്ടുള്ളത്, അതറിയാത്തൊരു കാലഘട്ടം. അല്ലാഹുവിൻ്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ആ പ്രവാചകൻ 23 വർഷക്കാലം മക്കയിലും മദീനയിലുമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പകർന്നു കൊടുത്ത പരിശുദ്ധ ദീനിന്റെ ആശയം, ആ ആശയം പ്രവാചകന്റെ സുന്നത്ത് എന്താണത്, ഈ സമുദായം മനസ്സിലാക്കാതെ കഴിഞ്ഞുപോയൊരു കാലം. ആ കാലഘട്ടത്തിലാണ് പരിശുദ്ധ ഖുർആനിനെയും പ്രവാചകന്റെ സുന്നത്തിനെയും കൃത്യമായി മനസ്സിലാക്കി കൃത്യമായി വിശദീകരിച്ച് ഈ സമുദായത്തിന് അള്ളാഹുവിന്റെ ദീൻ എന്താണെന്ന് ബോധ്യപ്പെടുത്തി കൊടുക്കാൻ പണ്ഡിതന്മാർ രംഗത്ത് വരുന്നത്. നമുക്കറിയാം എത്ര ശക്തമായി പണിയെടുത്തിട്ടാണ് ഈ ആളുകൾ കുറച്ചെങ്കിലുമൊക്കെ അള്ളാഹുവിനെ കുറിച്ച് മനസ്സിലാക്കാൻ ശ്രമിച്ചത്. നമുക്കറിയാവുന്നൊരു കാര്യം, ഇപ്പോഴും ഈ വിഷയത്തിലേക്ക് ഇറങ്ങാത്ത, ഈ വിഷയം മനസ്സിലാക്കാത്ത എത്രയോ ആളുകൾ. നമ്മുടെ ദൗത്യം തീർന്നിട്ടില്ല, ശക്തമായി ഇറങ്ങേണ്ടതുണ്ട്. ഒരു കാര്യം വളരെ വ്യക്തമായി നമുക്ക് പറയാൻ കഴിയും, അള്ളാഹുവിന്റെ പ്രവാചകൻ പഠിപ്പിച്ച, അള്ളാഹുവിന്റെ ഖുർആൻ പഠിപ്പിച്ച അള്ളാഹുവിനെ കുറിച്ചുള്ള കൃത്യമായ വിശ്വാസം, തൗഹീദിന്റെ ഏറ്റവും ശക്തമായ മേഖല കേരളക്കരയിൽ വിശദീകരിച്ചു കൊടുക്കുന്ന പണ്ഡിതന്മാർ, ആ പണ്ഡിതന്മാരുടെ ഇടതടവില്ലാത്ത പ്രവർത്തനം കാരണമാണ് കേരളത്തിലെ മുസ്ലിം സമുദായം ഇന്ന് കാണുന്ന കുറെയൊക്കെ പുരോഗതിയിലേക്ക് എത്തിച്ചേർന്നിട്ടുള്ളത്. എന്നാൽ ഇല്ലായിരുന്നെങ്കിൽ, ഒന്ന് വെറുതെ ഒന്ന് ആലോചിച്ച് നോക്കുങ്ങൾ, ഇങ്ങനെ ഒരു വിജ്ഞാന മുന്നേറ്റം ഉണ്ടായിരുന്നില്ലെങ്കിൽ, പരിശുദ്ധ ഖുർആനിന്റെ ആയത്തുകളിലൂടെ, പ്രവാചക ചര്യയുടെ പ്രഖ്യാപനത്തിലൂടെ ഈ സമുദായത്തിന് പഠിപ്പിക്കപ്പെടുന്ന ഒരു വൈജ്ഞാനിക വിപ്ലവം ഉണ്ടായിരുന്നില്ലെങ്കിൽ എന്തായിരിക്കും ഉണ്ടാവുക എന്നത് അറിയാൻ കൂടുതൽ വല്ലാതെ പരതേണ്ടതില്ല. ഈ അടുത്ത കാലത്ത് ഞാൻ ജീലാനിയാണ്, ഞാൻ ജീലാനി ശൈഖിന്റെ ത്വരീഖത്തിലാണ്, ഞങ്ങളൊക്കെ ജീലാനി ത്വരീഖത്തിന്റെ ആളുകളാണ് എന്ന് പറഞ്ഞുകൊണ്ട് രംഗത്ത് വന്ന ചില ആളുകൾ, അവരിൽ നിന്ന് കേരളം കേട്ട കുറെ പാട്ടുകളുണ്ട്. ആ പാട്ടുകളുടെ ഉള്ളിലൂടെ കടന്നുപോയാൽ നമുക്കറിയാൻ കഴിയും, ഒരു കാലഘട്ടത്തിൽ ഈ പാട്ടിനോട് സമാനമായ മുഹീദ്ദീൻ മാലയും റിഫാഇ മാലയും തുടങ്ങുന്ന മാലപ്പാട്ടുകളുടെ ഉള്ളിൽ, അതെ, അറബ് മലയാളത്തിൽ എഴുതപ്പെട്ട ആ മാലപ്പാട്ടുകളുടെ ഇതിവൃത്തത്തിൽ നിന്നാണ് ഇന്ന് ജീലാനി എന്ന് പറയപ്പെടുന്ന ഒരുത്തൻ അള്ളാഹുവിനെ കുറിച്ച്, അള്ളാഹു സുബ്ഹാനഹു വ തആലയെ, ആ അള്ളാഹു ആരെന്ന് ചോദിച്ചാൽ മടവൂരാണെന്ന് ഞങ്ങൾ മറുപടി പറയുമെന്നും, മാലിക്കുൽ മുലൂക്ക് മടവൂരാണെന്നും, അങ്ങനെയെല്ലാം അർശിന്റെ അധിപതി മടവൂരാണെന്നും ഒക്കെ പാടുന്ന പാട്ട് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഇതിന്റെ ഒരു പഴയ വെർഷനാണ് നമുക്കറിയുന്നത് പോലെ മുഹീദ്ദീൻ മാലയും റിഫാഇ മാലയുമെല്ലാം. എന്നാൽ ഇന്നത്തെ പണ്ഡിത സമൂഹം ഈ പാട്ടിന്റെ മുന്നിൽ എഴുന്നേറ്റ് നിന്ന് സംസാരിക്കുന്നത് അങ്ങനെ പറയാൻ പാടില്ല, അങ്ങനെ പറഞ്ഞാൽ അത് കുഫ്റാൻ, അത് ശിർക്കാണ്, അതുകൊണ്ട് പറയാൻ പാടില്ല എന്ന് ആ പണ്ഡിതന്മാരുടെ നാവ് കൊണ്ട് പറയിപ്പിക്കുന്നത് എന്തുകൊണ്ടാണെന്നറിയോ, എങ്ങനെ സംഭവിച്ചു എന്നറിയോ? അങ്ങനൊന്നും പറയാത്തൊരു കാലഘട്ടം കഴിഞ്ഞു പോയിട്ടുണ്ട്. മുഹീദ്ദീൻ മാലയുടെ കാലഘട്ടം, റിഫാഇ മാലയുടെ കാലഘട്ടം, നഫീസത്ത് മാലയുടെ കാലഘട്ടം, മഹ്മൂദ് മാലയുടെ കാലഘട്ടം, അങ്ങനെ തുടങ്ങുന്നൊരു മാലകളുടെ കാലഘട്ടം. ആ മാലകളിൽ ശക്തമായി സമൂഹത്തെ ചൂഷണം ചെയ്യാൻ വേണ്ടി എടുത്തുദ്ധരിച്ചത് ഈ പ്രപഞ്ചത്തിന്റെ മുഴുവനും അധിപനാകാൻ മുഹീദ്ദീൻ ശൈഖിന് കഴിയുമെന്ന തരത്തിൽ വർത്തമാനം
ഈ ഭൂമിയെക്കുറിച്ച് ഒരുപക്ഷെ കേട്ടിട്ടുണ്ടാകും. ഭൂമി ഉരുണ്ട പോൽ എൻ കയ്യിലെന്നോവർ, ഭൂമി അതൊക്കെയും ഒരു ചുമട് എന്നോവർ. ഈ ഭൂമി എൻ്റെ കയ്യിലാണെന്ന് വാദം പറഞ്ഞ മുഹീദ്ദീൻ ഷേഖ് വിട്ടില്ല. റിഫാഇ ഷേഖ് എന്താ പറഞ്ഞത്? ഈ മാലക്കാരൻ എന്താ എഴുതി വിട്ടത്? റിഫാഇ ഷേഖ് പറഞ്ഞു, ആലം 18,000 എൻ്റെ കാൽ ഒന്നിനിട പോരാ എന്ന് പറഞ്ഞോവർ. ആലം 18,000 എന്ന് പറഞ്ഞാൽ ഈ പ്രപഞ്ചമാസകലം, ഈ പ്രപഞ്ചം മുഴുവനും എൻ്റെ ഒരു കാലുവെക്കാനുള്ളതേ ഉള്ളൂ, അടുത്ത കാലുവെക്കാൻ സ്ഥലമില്ല. അത്ര ഉന്നതനാണ് ഞാൻ. അതെ, ഇതിൻ്റെ എല്ലാം ആധിപത്യം എൻ്റെ കയ്യിലാണ്. ആലം 18,000-ൻ്റെയും അധിപൻ ഞാനാണ് എന്ന് മുഹീദ്ദീൻ എന്ന് റിഫാഇ മാല വിളിച്ചു പറഞ്ഞപ്പോ ഇവിടെയൊക്കെ നിയന്ത്രണം എൻ്റെ കയ്യിലാണെന്ന് പോരാ, ആകാശത്തും മേലും ഭൂമിക്ക് താഴെയും അവരെ കൊടി നീളമത്തിരയുള്ളവർ എന്ന് പ്രഖ്യാപിച്ചപ്പോ ആകാശത്തിന്റെ മുകളിലേക്ക് നീണ്ടുപോകുന്ന ആധിപത്യത്തിന്റെ ആളാണ് ഞാൻ എന്നിവിടെ കേരളത്തിൽ പാട്ടുപാടി. അങ്ങനെയാണ് കേരളത്തിലെ പണ്ഡിതന്മാർ ഈ മാല തെറ്റാണെന്ന് ബോധ്യപ്പെടുത്തി, ഇതിൽ പറയുന്നത് അബദ്ധമാണെന്ന് ബോധ്യപ്പെടുത്തി. പക്ഷേ അന്നൊക്കെ മുജാഹിദ് പ്രസ്ഥാനത്തിലെ പണ്ഡിതന്മാർ പരിശുദ്ധ ഖുർആനും പ്രവാചകന്റെ ചര്യയും ഉദ്ധരിച്ചുകൊണ്ട് ജനങ്ങൾക്ക് ബോധവൽക്കരണം നടത്തിയപ്പോ 10,000-കണക്കിന് ആളുകൾ അതിൽ നിന്ന് വിട്ടുപോന്നു. 10,000-കണക്കിന് ആളുകൾ അതിൽ നിന്ന് വിട്ടു. വെറുതെ ഉണ്ടായതല്ല മുജാഹിദ് മഹല്ലുകൾ. ഒരു കാലത്ത് പെട്ടെന്നങ്ങ് മൊട്ടിപൊളച്ചതല്ല. ശക്തമായ വിജ്ഞാന വിപ്ലവത്തിലൂടെയാണ്. പരിശുദ്ധ ഖുർആനിന്റെ ആയത്തുകൾ ശക്തമായി ഓതിക്കൽപ്പിച്ചു കൊടുത്തുകൊണ്ടാണ്, പ്രവാചകന്റെ വചനാമൃതങ്ങൾ സമൂഹത്തിന് ബോധ്യപ്പെടുത്തിക്കൊണ്ടാണ്. അങ്ങനെയാണ് ഈ സമൂഹത്തിലെ ഇത്തരം വാദഗതികളിൽ നിന്ന് സാധാരണക്കാരൻ മാറി വന്നത്. അൽഹംദുലില്ലാഹ്, ഇന്ന് വളരെ സന്തോഷത്തോടെ പറയട്ടെ, അതിനൊരു മലയാള വെർഷൻ ഇറങ്ങിയപ്പോ, അങ്ങനെ പറയാം, അതിനൊരു മലയാള വെർഷൻ ഇറങ്ങിയപ്പോ അറബ് മലയാളത്തിൽ നിന്ന് മാറി തീർത്തും മലയാള വെർഷൻ ഇറങ്ങിയപ്പോ സാക്ഷാൽ സുന്നി എന്ന് വിളിക്കപ്പെടുന്ന സമസ്തക്കാരുടെ നേതാക്കന്മാർ രംഗത്ത് വരുന്നു. അവര് പറയുന്നു ഇത് കുഫറാണ്, അവര് പറയുന്നത് തെറ്റാണ്, അങ്ങനെ പറയാൻ പാടില്ല, അങ്ങനെ പറയാൻ പാടില്ല. എങ്കിൽ ആ വർത്തമാനം കേട്ട് ആ പാട്ടുപാടിയ ആളുകൾ തിരിച്ചൊരു ചോദ്യം ചോദിക്കുന്നു, നൂറ്റാണ്ട് മുമ്പിലുള്ളൊരു ചോദ്യം. അതെ, ഒരു നൂറ്റാണ്ട് കാലത്തെ ശക്തമായ വർത്തമാനത്തെ തിരിച്ചു കൊണ്ടുവരികയാണ്. അന്ന് മുജാഹിദ് പണ്ഡിതന്മാർ ശക്തമായി ഇവരോട് ഈ വിഷയം പറഞ്ഞപ്പോ അവരന്ന് കൊഞ്ഞനം കുത്തി നമ്മളെ ആക്ഷേപിച്ചുകൊണ്ട് മാറ്റിവെച്ചപ്പോ ഇന്ന് മുജാഹിദുകൾ ചോദിച്ച ചോദ്യം, അതേ ചോദ്യം ഇപ്പുറത്തുനിന്ന് മുസ്ലിയാക്കന്മാരുടെ നേതാക്കന്മാർ ചോദിച്ചു തുടങ്ങിയപ്പോ ഇപ്പുറത്തുനിന്നൊരു ചോദ്യം, അങ്ങനെയെങ്കിൽ മുഹീദ്ദീൻ മാല തെറ്റാണോ? അങ്ങനെയെങ്കിൽ റിഫാഇ മാല തെറ്റാണോ? അങ്ങനെയെങ്കിൽ മഞ്ഞക്കുളം മാല തെറ്റാണോ? അങ്ങനെയെങ്കിൽ നഫീസത്ത് മാല തെറ്റാണോ? ബദർ മാല തെറ്റാണോ? ഇങ്ങനെ തുടങ്ങുന്ന ചോദ്യം അപ്പുറത്തുനിന്ന്. ഇപ്പൊ ചോദ്യം ഉത്തരം അപ്പുറത്തുനിന്നാണ്. അതായത് ഒരേ ആശയം പറയുന്നു എന്ന് പറയുന്ന ആളുകൾ തന്നെ ചോദ്യം ഉത്തരവും പറയേണ്ടുന്ന അവസ്ഥ നിങ്ങൾ ആലോചിച്ച് നോക്കണം. ചെറിയ മാറ്റമല്ല മുജാഹിദ് പ്രസ്ഥാനം ഉണ്ടാക്കിയത്. അവിടെ പണ്ഡിതന്മാരുടെ സേവനം, പ്രത്യേകിച്ച് സ്വലാഹിമാർ എന്നറിയപ്പെടുന്ന ആ ജാമിയ നദ്വിയയിൽ നിന്ന് പുറത്തിറങ്ങിയ ആ പണ്ഡിതന്മാർ അവർ നടത്തിയ ഗ്രാമാന്തരങ്ങളിൽ, ഓരോ പള്ളികളിൽ, ഓരോ കവലകളിൽ ശക്തമായി നടത്തിയ പ്രഭാഷണത്തിന്റെയും ശക്തമായി നടത്തിയ പോരാട്ടത്തിന്റെയും ആ ഫലം ഇന്ന് കേരളത്തിൽ അറിയപ്പെടുന്ന വലിയ പണ്ഡിതന്മാർ അവർ ഏറ്റെടുത്തതുപോലെ നമുക്ക് തോന്നുകയാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കുക, എന്തൊരവസ്ഥയായിരുന്നു ഈ സമൂഹത്തിൽ. അവിടെയാണ് വിജ്ഞാനം നുകർന്നു കഴിഞ്ഞാൽ, കൃത്യമായ വിവരം എൻ്റെ കൽബിലേക്ക് കിട്ടിക്കഴിഞ്ഞാൽ, വിജ്ഞാനമെന്ന കരുത്തനിക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ ആർക്കും എന്നെ തോൽപ്പിക്കാൻ കഴിയില്ല. നിങ്ങൾ നോക്കൂ, ഒരു കാലഘട്ടത്തിൽ ഈ സമൂഹത്തിൽ ശക്തമായി ജിന്ന് ചികിത്സകൾ, ജിന്നുമായി ബന്ധപ്പെട്ട വർത്തമാനം, പിശാചുമായി ബന്ധപ്പെട്ട വർത്തമാനം, ചൈത്താൻ കൂക്ക്, ചൈത്താനേറ്, ചാത്തനേറ് തുടങ്ങുന്ന ധാരാളം അന്ധവിശ്വാസങ്ങൾ,
പിഞ്ഞാണം എഴുതി കൊണ്ടുപോകുന്നവർ പ്രവർത്തനങ്ങൾ, നൂലെഴുതി കെട്ടുന്ന പരിപാടികൾ, അങ്ങനെ തുടങ്ങി മന്ത്രവാദങ്ങളുടെയും തന്ത്രവാദങ്ങളുടെയും ധാരാളം മേഖലകൾ ഈ സമുദായത്തിന്റെ മുന്നിലുണ്ടായിരുന്നിടത്ത് ശക്തമായി പരിശുദ്ധ ഖുർആനിന്റെ ആയത്തുകൾ ഓതി, ഇല്ല ഇല്ല അല്ലാഹു സുബ്ഹാനഹു വ തആല തീരുമാനിച്ചതല്ലാത്തതൊന്നും സംഭവ്യമല്ല, അല്ലാഹു തീരുമാനിക്കാത്തതൊന്നും ഈ പ്രപഞ്ചത്തിൽ ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ ഏത് കാര്യങ്ങളും തീരുമാനിക്കുന്നവൻ അല്ലാഹുവാണ്. അതുകൊണ്ട് റബ്ബിലേക്ക് തിരിഞ്ഞോ. ഈ പറയപ്പെടുന്ന വഞ്ചകന്മാരുടെ അടുത്തേക്ക് പോകരുത്, ചൂഷകന്മാരുടെ അടുത്തേക്ക് പോകരുത്. അല്ലാഹുവിന്റെ ഖുർആൻ പഠിപ്പിക്കുന്നത് ഇങ്ങനെയാണ്: ഖുൽ ലൻ യുസീബനാ ഇല്ലാ മാ കതബല്ലാഹു ലനാ ഹുവ മൗലാനാ വഅലല്ലാഹി ഫൽയതവക്കലിൽ മുഅ്മിനൂൻ. പരിശുദ്ധ ഖുർആനിന്റെ ആയത്തോതി കൽപ്പിച്ച് അത് ഹൃദയാന്തരാളങ്ങളിലേക്ക് ഇറങ്ങി അത് ശക്തമായി വന്നപ്പോ ഏത് ചൂഷകന്മാരെയും ചെറുത്തു നിൽക്കാനുള്ള കരുത്ത് ഈ ഉമ്മത്ത് നേടിയെടുത്തു. അതുകൊണ്ട് തന്നെ പഴയകാല അറബ് മഷിക്ക് പിഞ്ഞാണമെഴുതുന്ന പരിപാടി ഈ സമൂഹത്തിൽ നിന്ന് ഇല്ലാതെയായിപ്പോയി. എന്തുകൊണ്ട് സംഭവിച്ചു എന്ന് ചോദിച്ചാൽ അവിടെയാണ് പ്രിയപ്പെട്ടവരെ ഈ വാചകത്തിന്റെ പ്രത്യേകത. അറിവൊരു ചെറുത്തുനിൽപ്പാണ്. ഏതു തരം ചൂഷണങ്ങളെയും ചെറുത്തു തോൽപ്പിക്കാൻ വിജ്ഞാനം കൊണ്ട് സാധിക്കും, അറിവ് കൊണ്ട് സാധിക്കും. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്ന പരിശുദ്ധ ദീൻ, ആ ദീനിന്റെ അടിസ്ഥാന ആശയങ്ങളെ മുന്നിൽ വെച്ചാൽ അതിനെ ഗണ്ണിക്കാൻ ഒരാൾക്ക് സാധ്യമല്ല. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ വ്യക്തമായി പഠിപ്പിച്ചെന്നു: ഫഅലം അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഫഅലം അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്. അറിയണം, പഠിക്കണം, മനസ്സിലാക്കണം. പ്രപഞ്ചനാഥനായ അല്ലാഹു അല്ലാതെ ആരാധനക്കർഹനായവൻ ഇല്ല. ആരെ വേണമെങ്കിലും നിങ്ങൾ വിളിച്ചോളൂ, വായ കൂടുന്നതിന് മുമ്പ് ഉത്തരം നൽകും എന്ന് പറഞ്ഞപ്പോൾ മുജാഹിദ് പ്രസ്ഥാനത്തിലെ പണ്ഡിതന്മാരുടെ ഒരു ചോദ്യം ഉണ്ടായിരുന്നു. എങ്കിൽ ആ ചോദ്യം ഇന്നിതാ ആവർത്തിക്കപ്പെടുന്നു. എന്താണെന്നറിയോ? നിങ്ങളൊരിടത്തുനിന്ന് വിളിച്ചാൽ നിങ്ങളാണ് വിളിച്ചതെന്നും നിങ്ങളുടെ വിളി കേൾക്കാനും ആ വിളി വേർതിരിച്ച് മനസ്സിലാക്കാനും നിന്റെ കൽബിലുള്ള ദുഃഖത്തിന്റെ ഭാരമളന്ന് അതിന് കൃത്യവും വ്യക്തവുമായി മറുപടി തരാനും ഈ മരിച്ചുപോയ ആളുകൾക്കോ ജീവിച്ചിരുന്നവർക്കോ സാധ്യമാണോ? എങ്കിൽ അതൊന്ന് പ്രമാണം കൊണ്ട് തെളിയിക്കാമോ എന്ന് ചോദിച്ചപ്പോൾ ഇല്ല, അല്ല കൊടുത്ത കഴിവുണ്ട് എന്നീ സമുദായത്തിന്റെ മുന്നിൽ പറഞ്ഞപ്പോൾ ഇന്നിതാ അതെല്ലാം തകർത്തെറിയുകയാണ്. ലോകത്തിന്റെ അധിപനായി മടവൂരിന് എന്തുകൊണ്ട് വന്നൂടാ? അല്ല കൊടുത്താൽ പറ്റൂലേ എന്ന് ചോദിക്കുന്ന ചോദ്യത്തിന് മറുപടി പറയാൻ കഴിയാതെ ഇപ്പുറത്തുനിന്ന് അത് വിമർശിക്കുന്ന ആളുകൾ മിണ്ടാതിരിക്കേണ്ടി വരികയാണ്. നിങ്ങൾ ആലോചിച്ച് നോക്ക് പ്രിയപ്പെട്ടവരെ, മുജാഹിദ് പ്രസ്ഥാനം ഈ പണ്ഡിതന്മാരെ കൊണ്ട് ഈ കേരളത്തിൽ എന്ത് മാറ്റമുണ്ടാക്കിയെന്നറിയില്ലേ? ഏറ്റവും ശക്തമായി അള്ളാഹുവിന്റെ ദീനിന്റെ ഓരോ ആശയങ്ങളെയും വളരെ ബോധ്യപ്പെടുത്തി. നിങ്ങളൊക്കെ ഒരു പോയിന്റ് കൂടെ ഞാൻ പറയാം. കേരളത്തിൽ മുജാഹിദ് പ്രസ്ഥാനത്തിലെ പണ്ഡിതന്മാർ നടത്തിയ വിജ്ഞാന വിപ്ലവം, അതുകൊണ്ടുണ്ടായ നേട്ടം എന്താണെന്നറിയോ? കണ്ടതിന്റെ ഒക്കെ പിന്നാലെ ഓടിയിരുന്ന കാലഘട്ടം പോയി. ശ്രദ്ധിക്കണങ്ങള്, ഏതൊരു ഉസ്താദ് പറഞ്ഞാലും സമീഅനാ വഅതഅനാ എന്ന് പറഞ്ഞിരുന്ന കാലം പോയി. മുജാഹിദ് പ്രസ്ഥാനത്തിലെ പണ്ഡിതന്മാർ കേരളത്തിലെ ജനങ്ങൾക്ക് ബോധ്യപ്പെടുത്തി കൊടുത്തൊരാശയുണ്ട്. എന്താ അറിയോ? തെറ്റുപറ്റാത്തൊരൊറ്റാളേ ഉള്ളൂ, ഒരിക്കലും തെറ്റുപറ്റാത്തൊരാൾ മാത്രമേ ഉള്ളൂ. അത് മനുഷ്യകുലത്തിൽ ഒരാൾ. അതാരെന്നറിയോ? ഈ ഉമ്മത്തിൽ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി തങ്ങൾ പറഞ്ഞാൽ, അവിടുന്ന് പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ, അവിടുന്ന് അംഗീകാരം നൽകിയിട്ടുണ്ടെങ്കിൽ അതൊരിക്കലും തെറ്റാവില്ല, അത് ശരി മാത്രമാണ് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വചനാമൃതങ്ങളോ അവിടുത്തെ കർമ്മമേഖലകളോ അവിടുത്തെ അംഗീകാരങ്ങളോ അഥവാ സുന്നത്ത്, പ്രവാചകന്റെ ചര്യ, അഥവാ നമ്മൾ ഹദീസു ശരീഫ് എന്ന് പറയപ്പെടുന്ന സ്വഹീഹായ ഹദീസുകൾ, ആ ഹദീസുകളല്ലാതെ, ആ പ്രവാചകന്റെ വചനങ്ങളല്ലാതെ വേറെ ഏതൊരാൾ പറഞ്ഞാലും അതിൽ തെറ്റുപറ്റാം, അയാൾക്ക് അബദ്ധം പറ്റാം, അയാൾക്ക് ശരി പറ്റാം. അബദ്ധത്തെ മാറ്റണം, സുബദ്ധത്തെ സ്വീകരിക്കണം.
അതെ, ഖുർആനിനോടും സുന്നത്തിനോടും യോജിച്ച രൂപത്തിൽ ആര് പറഞ്ഞാലും സ്വീകരിക്കാം. അല്ലാത്തത് ആര് പറഞ്ഞാലും, എത്ര വലിയ പണ്ഡിതനാണെങ്കിലും, എത്ര വലിയ തലക്കെട്ട് കെട്ടിയവനാണെങ്കിലും, എത്ര വലിയ ശൈഖ് എന്ന പേര് കൂട്ടിയാലും, ശംസ് എന്ന പേര് കൂട്ടിയാലും, ഖമർ എന്ന പേര് കൂട്ടിയാലും, ഏത് പേര് കൂട്ടിയാലും ശരി, അയാളെ സ്വീകരിക്കാൻ അവകാശമില്ല എന്ന് കേരളക്കരയ്ക്ക് ബോധ്യപ്പെടുത്തി കൊടുത്തു. ഇന്നോ നിങ്ങൾ നോക്ക്, ഇന്ന് ആ വിജ്ഞാനമുണ്ടാക്കിയ അതിന്റെ പ്രതിഫലനം എത്രയെന്നറിയോ? ഇന്നൊരു ചർച്ച ഉണ്ട്. ഇന്നൊരു ചർച്ച. എന്താ ചർച്ച? ആ ചർച്ച ഈ പറഞ്ഞ വാക്കാണ്. എന്ന് പറഞ്ഞാൽ ഇമാം ബുഖാരി പറഞ്ഞാലും, ശ്രദ്ധിക്കണം കേട്ടോ, ആരായി പറയുന്നത്? മുജാഹിദ് പ്രസ്ഥാനത്തെ മുജാഹിദിലെ പണ്ഡിതന്മാർ, അവർക്കാണോ വിവരമുള്ളത്? ഇമാം ബുഖാരിക്ക് വിവരമില്ലേ? അബൂബക്കർ സിദ്ദീഖിന് വിവരമില്ലേ? ഇമാം മുസ്ലിമിന് വിവരമില്ലേ? ഈ അറിവാളികളൊക്കെ പറഞ്ഞതല്ലേ സ്വീകരിക്കുക? ഈ വഹാബി മൗലവിമാര് പറയുന്നതാണോ എന്ന് മുജാഹിദ് പണ്ഡിതന്മാർ കൃത്യമായി രേഖപ്പെടുത്തിയപ്പോ ഇവർ പറഞ്ഞ ആക്ഷേപം എന്നാ നിങ്ങൾക്കറിയോ? മുജാഹിദ് പണ്ഡിതന്മാർ തളരാതെ അള്ളാഹുവിന്റെ ദീനിന്റെ അസ്ലിയായ പ്രയോഗം അതിശക്തമായി ബോധ്യപ്പെടുത്തി കൊടുത്തത് ഇന്ന് അതേ വേദിയിൽ നിന്ന് കേൾക്കാൻ തുടങ്ങുകയാണ്. ഇമാം ബുഖാരി, അദ്ദേഹത്തിന് അബദ്ധം പറ്റിയാൽ ആ അബദ്ധം നമ്മൾ സ്വീകരിക്കേണ്ടതില്ല. കണ്ടോ നിങ്ങള്? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തിന് അബദ്ധം പറ്റൂലേ? അദ്ദേഹം മനുഷ്യനല്ലേ? ചോദിക്കുന്നത് ആരാണ്? മുജാഹിദ് പണ്ഡിതന്മാരല്ല. ചോദിക്കുന്നത് ആരാണ്? അപ്പുറത്ത് ഏറ്റവും വലിയ സുന്നികൾ ഞങ്ങളാണെന്ന് പറയുന്ന ആ വലിയ സമൂഹത്തിന്റെ വലിയ ഉസ്താദുമാർ ഇപ്പൊ തിരിച്ച് ഇങ്ങോട്ട് ചോദിക്കുക, നമ്മളോട് ചോദിക്കാണ്, അബൂബക്കർ സിദ്ദീഖിന് തെറ്റുപറ്റൂലേ? അദ്ദേഹം മഅസൂമല്ലല്ലോ, മഅസൂം റസൂലുള്ള മാത്രല്ലേ? നോക്കുങ്ങള്, ഒരു നൂറ്റാണ്ട് കാലം കേരളത്തിൽ ശക്തമായി പ്രബോധനം നടത്തിയതിന്റെ ഫലം ഈ സമൂഹം അനുഭവിക്കാൻ തുടങ്ങുകയാണ്. ഈ സമൂഹം മനസ്സിലാക്കണം. അതുകൊണ്ട് ഞാൻ എൻ്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥിനികളോട് പറയാൻ, കിട്ടാവുന്നിടത്തോളം അറിവ് സ്വീകരിച്ചോളൂ. അൽ ഹിക്മത്തുൽ ഹക്കീം, വല്ലാത്തൊരു അമൂല്യ നിധിയാണത്. അതെവിടെ വെച്ച് കണ്ടാലും കയ്യിലെടുത്തേക്കണം. എവിടെ വെച്ച് കിട്ടിയാലും അത് നുകർന്നേക്കണം. എന്താണെന്നറിയുമോ? ജീവിതത്തിന്റെ മുന്നോട്ടുള്ള പാതയിൽ ഏത് ആശയങ്ങൾ കടന്നു വന്നാലും ഉരകല്ലാകുന്ന പരിശുദ്ധ ഖുർആനിന്റെയും തിരുസുന്നത്തിന്റെയും അടിസ്ഥാനത്തിൽ അതിനെ വിശകലനം ചെയ്ത് അതിലില്ലാത്തത് തട്ടിത്തെറിപ്പിക്കാൻ ഒരുത്തന്റെയും മുഖം നോക്കാതെ കൃത്യമായി പറയാൻ നമുക്ക് ആർജവമുണ്ടാവണമെങ്കിൽ വിജ്ഞാനം നേടിയേ മതിയാവുകയുള്ളൂ. ഈമാൻ, അതിൻ്റെ കൂടെ ഇൽമു കൂടി വരണം. ഇൽമുണ്ടായാൽ, വിജ്ഞാനമുണ്ടായാൽ ഒരു തിരിഞ്ഞു നോക്കലും ആവശ്യമില്ല. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ഈ പറയപ്പെട്ട വിജ്ഞാനത്തിലേക്ക് കടന്നു വരേണ്ടി വരും. മനസ്സിലായോ? ഇന്ന് ഞാൻ നോക്കട്ടെ, ഈ പ്രദേശത്ത് എവിടെങ്കിലും പോയിട്ട്, നിങ്ങൾ ഏതെങ്കിലും പ്രദേശത്ത് പോയിട്ട് തൊട്ടടുത്ത പ്രദേശങ്ങൾ പോകൂ. മുമ്പ് യഥേഷ്ടം കിട്ടിയിരുന്നത് ഇന്ന് കിട്ടാനുണ്ടോ നോക്ക്. പിന്നെ 3ക്ക് 3, 4ക്ക് 4, 5ക്ക് 5, 6ക്ക് 6 ഇങ്ങനെ തുടങ്ങുന്ന തകിട് കിട്ടാനുണ്ടോ ചോദിച്ചു. തകിട് അറിയില്ലേ? ചെമ്പിന്റെ തകിട്, അത് കിട്ടാനുണ്ടോ നോക്കി. അന്നത് എഴുതാൻ ഉപയോഗിച്ചിരുന്ന ഒരുതരം കലമുണ്ട്, ഒരു ഇരുമ്പിന്റെ കലം. ആ സാധനം ഇവിടെ ഏതെങ്കിലും ഹാർഡ്വെയർസിൽ കിട്ടാണ്ടോ ചോദിച്ചു നോക്കി. മുമ്പ് യഥേഷ്ടം കിട്ടിയിരുന്ന സാധനമാണ്. ഇവിടെ ബുക്കുസ്റ്റാളിൽ പോയാൽ പരോപകാരം എന്ന് പറയപ്പെടുന്ന ഒരു പുസ്തകം ഉണ്ടായിരുന്നു. അതായത് ആലിമീങ്ങളല്ലാത്ത ജാഹിലുകളായ ആളുകൾ തൽസമാത്ത് ചെയ്യാൻ ഉപയോഗിച്ചിരുന്നൊരു പുസ്തകമാണത്. ആ പുസ്തകം ഇപ്പോൾ വിൽപ്പനയ്ക്കുണ്ടോ നോക്കോളി. ഒന്നും കാണാനില്ല. എന്താ കാണാനില്ലാത്തത്? എന്ത് പറ്റിപ്പോയി? ഒരു വലിയ ആശയത്തെ കബറടക്കപ്പെടുന്നു എന്നതിൻ്റെ തെളിവാണത്. ഒരു വലിയ ആശയം ഇവിടുന്ന് ഇല്ലാതാക്കപ്പെടുകയാണ്. ആ ഇല്ലാതെയാക്കപ്പെടാനുള്ള കാരണം സമൂഹത്തിന് ശരിയായ വിജ്ഞാനം ലഭിച്ചു എന്നതാണ്, യഥാർത്ഥ വിവരം ലഭിച്ചു എന്നതാണ്. ആ വിവരം ലഭിക്കുന്നതോടെ എല്ലാ മിഷനറിമാരും, എല്ലാ ചൂഷകന്മാരും, എല്ലാ തൽസമാത്തുകാരും, എല്ലാ ചൂഷകന്മാരും, എല്ലാ ദൈവങ്ങളും മാറിപ്പോകും.
അവന്റെ മുന്നിൽ നിൽക്കാൻ കഴിയില്ല. ചോദ്യങ്ങളുടെ മുന്നിൽ മറുപടി പറയാൻ കഴിയാതെ അവർ വിയർക്കേണ്ടി വരും. അതുകൊണ്ടാണ് അള്ളാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പഠിപ്പിച്ചു തന്ന ഞാൻ ആദ്യം പറഞ്ഞ ആ 3 കാര്യങ്ങളുണ്ടല്ലോ, അതെ, ഏറ്റവും നന്നായി അത് സ്വീകരിക്കാൻ കഴിയുമ്പോൾ എല്ലാം നമ്മളിൽ നിന്ന് ധാരാളം ഫലങ്ങൾ ഈ സമൂഹത്തിന് ലഭിക്കും. നമ്മളിൽ നിന്ന് ധാരാളം ഗുണങ്ങൾ ഈ സമൂഹത്തിന് ലഭിക്കും. ആ ഗുണങ്ങൾ ആ സമൂഹത്തിന് ധാരാളം നേട്ടങ്ങൾ ഉണ്ടാക്കിയെടുക്കും. ആ നേട്ടങ്ങൾ പ്രിയപ്പെട്ടവരെ കാലങ്ങളായി നിലനിൽക്കും. ഇന്ന് നിങ്ങൾ നോക്കൂ, 964 അന്ന് മുതൽ തുടങ്ങിയ ഒരു സ്ഥാപനം ഇന്ന് 2026 എത്തിച്ചേർന്നു നിൽക്കുമ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഇന്നിവിടെ സംസാരിച്ച പലരും ഈ ആദ്യ കാലഘട്ടത്തിൽ ഈ വിജ്ഞാന ഗോപുരത്തിന് തുടക്കം കുറിക്കാൻ പണിയെടുത്ത മഹാമനീഷികളായ പണ്ഡിതന്മാരും പൗരപ്രമുഖരും പ്രമാണിമാരും അടങ്ങുന്ന ആളുകളുടെ പേര് ഇവിടെ വെച്ച് പറഞ്ഞിട്ടുണ്ട്. അതെ, അതാണ് വിജ്ഞാനത്തിന്റെ വലിപ്പം. അള്ളാഹുവിന്റെ ഖുർആൻ പറഞ്ഞൊരു വാചകമുണ്ടല്ലോ, ലാ യസ്തവി. അതെ, അള്ളാഹുവിന്റെ ഖുർആൻ പറയുന്നല്ലോ, വല്ലദീന ഖുർആൻ പറയാണ്, വിവരമുള്ളവരും വിവരമില്ലാത്തവരും സമമാവുകയില്ല എന്ന് ഖുർആൻ പറഞ്ഞാൽ വിജ്ഞാനം, അതെ, അതൊരു വലിയ ആയുധമാണ്, അതൊരു വലിയ പവറാണ്. മാത്രമല്ല, യർഫഇല്ലാഹുല്ലദീന ആമനൂ മിൻകും വല്ലദീന ഊതുൽ ഇൽമ ദറജാത്ത്. ഇൽമുണ്ടോ, വിവരമുണ്ടോ, അള്ളാഹു നിങ്ങളെ പല പദവികൾ ഉയർത്തും. ഞാൻ എൻ്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥിനികളോട് പറയാണ്, നിങ്ങൾ മതഭൗതിക വിദ്യാഭ്യാസത്തിന്റെ സമന്വയം അത് ഈ കാലഘട്ടത്തിന്റെ ആവശ്യമാണ്. എങ്കിലും മതവിദ്യാഭ്യാസം വളരെ ഭംഗിയായി നിങ്ങൾ കൊണ്ടുപോയാൽ, അള്ളാഹുവിന്റെ ദീനിനെ നിങ്ങൾ കൽബിനോട് ചേർത്തു പിടിച്ചാൽ, അങ്ങനെ ഒന്ന് ശക്തമായി കൊണ്ടുവന്നാൽ, ഞാൻ പറയാം, നിങ്ങളുടെ പിന്നിൽ മാത്രമേ മറ്റുള്ളവർക്ക് നിൽക്കാൻ കഴിയുകയുള്ളൂ. നിങ്ങളുടെ മുന്നിലേക്ക് കടക്കാൻ അവർക്ക് സാധ്യമാവുകയില്ല. അത് അള്ളാഹു നൽകുന്ന പദവിയാണ്. ആ പദവിയുടെ മുന്നിൽ ഒരാൾക്കും പിടിച്ചു നിൽക്കാനും കഴിയില്ല. ജാമിഅ നദ്വിയുടെ ഒരു പ്രത്യേകതയുണ്ട്, അത് വളരെ ശക്തമായി ആധുനിക വിദ്യാഭ്യാസത്തിന്റെ ശക്തമായ മേഖലയാണ് ജാമിഅ നദ്വിയെ മുന്നോട്ട് വെക്കുന്നത്. അറബി കിതാബുകൾ മാത്രം പഠിക്കലല്ല, മറിച്ച് ആധുനിക വിജ്ഞാനീയങ്ങളുടെ ആഴങ്ങളിലേക്ക് ഇറങ്ങി രണ്ടും കൂടി ഒരുപോലെ ശക്തമായി കൊണ്ടുപോകാൻ ടെക്നോളജിയെ കുറിച്ചറിയുന്ന, ഇൽമുൽ ഹദീസിനെ കുറിച്ചറിയുന്ന, വളരെ കൃത്യമായ വിവരമുള്ള അങ്ങനെ ഒരു പണ്ഡിതൻ, അങ്ങനെ ഒരു പ്രിയപ്പെട്ട സഹോദരൻ നമ്മുടെ മുന്നിലേക്ക് വന്നാൽ ഈ കാലഘട്ടത്തിൽ ഏതൊരു ആശയത്തെയും ചെറുത്തു തോൽപ്പിക്കാൻ അവർക്ക് സാധിക്കുമെന്നത് ഞാനും നിങ്ങളും മനസ്സിലാക്കി വെക്കേണ്ടതുണ്ട്. ഞാൻ അവസാനിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയിട്ടുള്ള ഒരു വലിയ സൗകര്യമാണ് ജാമിഅ നദ്വിയ. അവസാനിപ്പിക്കുമ്പോൾ ഒരൊറ്റ കവിത പറഞ്ഞുകൊണ്ട് ഞാൻ പറയാം, മാലിൽ വഫാദിഇ ഖൈശൂമുൻ ലിനൗഫറത്തിൻ ബലിദ്ദഖാഖുലി മിൻ ബുഅദിൽ ലഹാ ശമമു. മാലിൽ വഫാദിഇ ഖൈശൂമുൻ. അതെ, ഈ തവളക്ക് തരിമൂക്കില്ലല്ലോ, തവളക്ക് തരിമൂക്കില്ല. ലിനൗഫറത്തിൻ, വിടർന്ന് സുഗന്ധം പരത്തി നിൽക്കുന്ന ഒരു താമരപ്പൂ ഇങ്ങനെ വിടർന്നു നിൽക്കുകയാണ്, അതിൻ്റെ സുഗന്ധം അടിച്ചു വീശുകയാണ്. ആ സുഗന്ധം നുകരാനുള്ള തരിമൂക്ക്, അതിൻ്റെ ആസ്വാദന ശക്തി അത് തവളക്കില്ല. ബലിദ്ദഖാഖുലി മിൻ ബുഅദിൽ ലഹാ ശമമു. എന്നാൽ ദൂരദിക്കുകളിൽ നിന്ന് വണ്ടുകൾ അതിൻ്റെ സുഗന്ധം മനസ്സിലാക്കി ആ സുഗന്ധം ആസ്വദിച്ച് അതിങ്ങനെ കടന്ന് പാറി വരുന്നു. ആ താമരപ്പൂവിൻ്റെ ചുറ്റുഭാഗത്തും അതിങ്ങനെ വന്ന് അതിലേക്കിറങ്ങി അതിൻ്റെ മധു നുകർന്ന് അതിങ്ങനെ തിരിച്ച് ആനന്ദത്തോടെ കടന്നു പോകുമ്പോൾ, പ്രിയപ്പെട്ടവരെ, ആ സുന്ദരമായ താമരപ്പ് വിരിഞ്ഞു നിൽക്കുമ്പോൾ അതിൻ്റെ അടുത്തേക്ക് എത്താത്തവൻ എത്രയോ ഭാഗ്യം കെട്ടവനാണ്. ഈ ഇരിക്കുന്ന മക്കളിൽ ധാരാളം ആളുകൾ, വിവിധ രാജ്യക്കാർ, വിവിധ സ്ഥലങ്ങളിലുള്ളവർ, അവർ ഈ മധു തേടി വന്നിരിക്കുകയാണ്. അതിനെ വേണ്ടുവോളം ആസ്വദിച്ച് തിരിച്ചു പോകാൻ, തങ്ങളുടെ നാടുകൾ പ്രകാശപൂരിതമാവാൻ, സുഗന്ധപൂരിതമാകാൻ ഓരോ സ്വലാഹികളും
അവർ നടത്തിയ വിപ്ലവമത്തായിരുന്നു പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന നാട്ടുകാരോട്, ഇതിന് തൊട്ടടുത്ത് ഇത്ര സുഗന്ധം പരത്തുന്ന ഒരു താമരപ്പൂ വിരിഞ്ഞു നിൽക്കുമ്പോൾ എന്തിന് വേറെ അന്വേഷിക്കണം, എന്തിന് വേറെ സ്ഥലങ്ങളിലേക്ക് പോകണം എന്ന് നിങ്ങൾ ആലോചിക്കണമെന്ന് പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ശക്തമായി ദീനീ രംഗത്ത് മുന്നോട്ട് പോകാൻ അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. റബ്ബന ആതിനാ ഫിദ് ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.